നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 2 വ്യാഴം രാശി മാറുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരേ സമയം ശനിയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്ന രാശിക്കാർ ആരൊക്കെ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ പറയുന്നതിന് ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷമാണ്. അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും, പിന്നെ സർപ്പവും ശിഖിയും. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ 2026 ജൂൺ 2 മുതൽ 2027 ജൂൺ 2 വരെയാണ് ഈ രാശിമാറ്റം നിലനിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും, അതായത് ശനിയും വ്യാഴവും ഒരുമിച്ച് പ്രതികൂലമാകുന്നു, ഡയറക്റ്റായിട്ട് പ്രതികൂലമാകുന്ന രാശിക്കാർ. അതിൻ്റെ പൊതുവിലുള്ള ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ലളിതമായിട്ടുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വ്രതം എടുക്കുക. ഓക്കെ. അത് ഈ പറഞ്ഞതുപോലെ പല രീതിയിലുണ്ട് വ്രതം. കഠിന വ്രതമുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും സാധാരണ രീതിയിൽ നമുക്ക് വെജിറ്റേറിയൻ ആവുക. പിന്നെ നിങ്ങൾക്ക് ആവുന്ന തരത്തിലൊക്കെ വ്രതം അനുഷ്ഠിക്കുക, വ്യാഴാഴ്ചയും ശനിയാഴ്ചയും. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക. അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഏറ്റവും വലിയൊരു തുളസിമാല എല്ലാ വ്യാഴാഴ്ചയും കൊടുക്കുക. അതുപോലെ തന്നെ പാൽപ്പായസം കഴിപ്പിക്കാം. പിന്നെ സഹസ്രനാമ അർച്ചന, അത് വ്യാഴാഴ്ച വ്രതം എടുത്ത്. പിന്നെ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവന്, അഭിഷേകപ്രിയനായ ശിവന് ജലധാര അല്ലെങ്കിൽ ഭസ്മാഭിഷേകം, പിന്നെ പല ദ്രവ്യങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോ സാഹചര്യം അനുസരിച്ച് ചെയ്യുക. ശിവന് മിനിമം ജലധാര, അയ്യപ്പന് നീരാഞ്ജനം. പിന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്കും വ്യാഴത്തിന് വ്യാഴാഴ്ച എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന നടത്തുക. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് വരുന്നത് 3 രാശിക്കാർക്കാണ്. ഈ ശനിയും വ്യാഴവും ഒരേ സമയം പ്രതികൂലമായിട്ട് ശനിയും വ്യാഴവും വരുന്നത്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുന്നത് 3 രാശിക്കാർക്കാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ദോഷം വരുന്നത് കുംഭൻ രാശിക്കാണ്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്കാർക്ക് ശനിയും വ്യാഴവും മാത്രമല്ല, ഈ കാലയളവിൽ രാഹുവും കേതുവും പ്രതികൂലമാണ്. അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളായ ശനി, വ്യാഴം മാത്രമല്ല, കുംഭൻ രാശിക്കാർക്ക് സർപ്പം അഥവാ രാഹു, അതുപോലെ തന്നെ കേതു അഥവാ ശിഖി, അതും പ്രതികൂലമാണ്. ഡിസംബർ 5-ാം തീയതി സർപ്പം അഥവാ രാഹു രാശി മാറുന്നുണ്ട്. പക്ഷേ അതും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് പറയാം, ഏറ്റവും കൂടുതൽ
ദോഷാധിക്യം വരുന്നത് കുംഭൻ രാശിക്കാർക്കാണ്. അത് ഏകദേശം 2027 ജൂൺ 2 മുതൽ 2026 ജൂൺ 2 മുതൽ 2027 ജൂൺ 2 വരെ. ഓക്കെ, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ഈ ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ സർപ്പപ്രതിഷ്ഠയും കൂടെ കാണും. പിന്നെ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ശിവനും പാർവതിയും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനമെങ്കിലും നടത്തുക, പറ്റുമ്പോഴൊക്കെ വഴിപാട് നടത്തുക. പിന്നെ ആയില്യം വരുന്നത്, നിങ്ങളുടെ നക്ഷത്രം ഏതായാലും ആയില്യം വരുന്ന ദിവസം സർപ്പദൈവങ്ങൾക്ക് 100 പാലും അതുപോലെ തന്നെ പുള്ളവും പാട്ടും ഏറ്റവും മിനിമം നമ്മൾ ചെയ്തിരിക്കണം. ആയില്യം വരുന്ന ദിവസം നിങ്ങളുടെ നക്ഷത്രത്തിൽ 100 പാലും അതുപോലെ തന്നെ പുള്ളവും പാട്ടും ചെയ്യിക്കുക. അപ്പോൾ അത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ 100 പാലിനും 40 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുള്ളവന്മാർ, ഈ ചെറിയ വീണ കൊണ്ട് പുള്ളവന്മാർ പാടുന്ന പാട്ടിനാണ് പുള്ളവൻ പാട്ടെന്ന് പറയുന്നത്. അതിന് 30 രൂപയാണ് ഞങ്ങൾ പേ ചെയ്യുന്നത്. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും സർപ്പദൈവങ്ങൾക്ക് ഇത് 100 പാലും പുള്ളവും പാട്ടും പാടിക്കുക. പിന്നെ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസവും അത് ചെയ്യുക. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം. വ്യാഴം അവർക്ക് 12ാം ഭാവത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ അഷ്ടമശനിയുമാണ്. ഓക്കെ, അവർക്കും സർപ്പവും കേതു പ്രതികൂലമാണ് ഡിസംബർ 5 വരെ. പക്ഷേ ഡിസംബർ 5-ന് ശേഷം സർപ്പം അവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ഡിസംബർ 5 വരെ സർപ്പദൈവങ്ങൾക്ക് 100 പാലും പുള്ളവും പാട്ടും പാടിക്കാം, ആയില്യം വരുന്ന ദിവസം. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്കും ശനിയും വ്യാഴവും പ്രതികൂലമാണ്. അവർക്ക് പക്ഷേ ഇപ്പോൾ സർപ്പം അനുകൂലമാണ്. പിന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ട് വരും ഡിസംബർ 5 മുതൽ. അപ്പോൾ ഇവരും ശനിയും വ്യാഴവും വ്രതമെടുത്ത് ഈ പറഞ്ഞ വഴിപാടുകൾ നടത്താൻ ശ്രമിക്കാം. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ശനിദോഷവും വ്യാഴദോഷവും ഒക്കെ മാറി സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, ശുഭദിനം.